ക്ലാസ്സിൽ പലപ്പോഴും മോഡേൺ പോയട്രിക്കൊക്കെ ഉദാഹരണം പറയേണ്ടി വരുമ്പോൾ കവിത നല്ല ഉദാഹരണം കൊടുക്കേണ്ടി വരിക ഒ.വി. വിജയൻ്റെ മറ്റു നോവലുകളിൽ നിന്നാണ്. നമ്മൾ മലയാള സാഹിത്യം മുഴുവൻ എടുത്തു കഴിഞ്ഞാലും എന്താണ് 19-ാം നൂറ്റാണ്ട് പകുതിക്ക് ശേഷമാണ് ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത്. 50കളിലും 60കളിലും വളരെ കുറച്ച് പാട്ടുകൾ മാത്രം പാടി എന്ത് ചെയ്യുകയാണ്, നിഷ്ക്രമിക്കുകയാണ്. നമസ്കാരം. എഴുത്തുകാരൻ, അധ്യാപകൻ, അതോടൊപ്പം തന്നെ മലയാളിക്ക് എഴുത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും തലത്തിൽ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ച, ആസ്വാദന പരിധിയെ പുതിയതായി പുനർനിർണയിച്ച ഒരു എഴുത്തുകാരൻ ശ്രീ മനോജ് കുരൂരാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അങ്ങയുടെ പുസ്തകത്തിന് നിലം പൂത്തു മലർന്ന നാളിന് വേറൊരു പുരസ്കാരം നിറവിൽ നിൽക്കുകയാണ്. അതിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. ഈ നിലം പൂത്തു മലർന്ന നാൾ ഭാഷാപരമായിട്ടും ആഖ്യാന ശൈലി കൊണ്ടുമൊക്കെ വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് തയ്യാറാക്കപ്പെട്ടിരുന്നത്. ഇതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ എനിക്ക് തോന്നുന്നു അധികാരം മൃദുകോശാദികൾ എന്ന് നമ്മൾ പറയുന്ന മലയാള ഭാഷ കടം കൊണ്ട എല്ലാ അക്ഷരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തീർത്തും തനതായൊരു ശൈലിയിൽ ആ പുസ്തകം എഴുതപ്പെടുകയാണ്. അങ്ങനെ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തുമ്പോൾ വലിയ വെല്ലുവിളികളാണ് പരിഭാഷകനും എഴുത്തുകാരനും മുൻപിലുണ്ടാവുക. അത് ഒരു പക്ഷേ വലിയ രീതിയിൽ എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ നിലവിലെ ഏറ്റവും ഉയർന്ന ലിറ്റററി അവാർഡുകളിലൊന്ന് ക്രോസ്വേഡ് പുരസ്കാരം ലഭിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വലുതല്ലേ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം ആ പുസ്തകം വലിയൊരു ശ്രദ്ധയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് വാസ്തവത്തിൽ അത് മലയാളികൾക്ക് വേണ്ടി മലയാളത്തിൽ എഴുതുന്ന നോവൽ എന്നുള്ള നിലയ്ക്ക് മാത്രമാണത് നമ്മളത് കൺസീവ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊരു ആലോചനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യമോ അതിനില്ല. കാരണം അതുകൊണ്ടാണ് ഭാഷയിൽ ആ രീതിയിൽ ഉള്ള ശ്രദ്ധ വരുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പലപ്പോഴും നോവലുകൾ പല എഴുത്തുകാരും എഴുതുമ്പോൾ ട്രാൻസ്ലേഷനും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുന്ന അവസ്ഥ വരെയുണ്ട്. ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. പകരം മലയാള ഭാഷയിൽ സാധ്യമാകുന്ന സംഗതികൾ അതുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ് നമ്മുടെ എഴുത്ത് തന്നെ. ഇപ്പം ഇവിടെ സൂചിപ്പിച്ച ഈ അധികര മൃദു ഘോഷാക്ഷരങ്ങൾ ഖ ഗ ഖ ഛ ജ ഛ ഠ ഡ ഠ ഥ ദ ഥ ഭ ബ ഭ അങ്ങനെയുള്ള അക്ഷരങ്ങൾ ശ ഷ സ ഹ അത് ഒഴിവാക്കിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിനൊരു സാംസ്കാരികമായ കാരണമുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ജോർജ് എസ്പെറക്കിൻ്റെ ഒരു നോവലുണ്ട്, ഈ എന്ന് പറയുന്ന അക്ഷരം അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അതിന് വേറെ ചില റീസൺസ് ആയിരിക്കും. പക്ഷെ നമ്മളിതിൽ ചെയ്യുമ്പോഴേക്കും ഒരു കൗതുകം എന്നുള്ളതിനൊക്കെ കൂടുതൽ ഒരു സംഘകാലത്തെയാണ് ആ നോവലിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. സംഘകാലമാണ് ഇതിൻ്റെ പശ്ചാത്തലം. BC 2-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം ഒരു പൊതുവർഷം 3-4 നൂറ്റാണ്ട് വരെ വരുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്ത് ഈ സംസ്കൃതത്തിൽ നിന്ന് ഇങ്ങോട്ട് കടം കൊണ്ട അക്ഷരങ്ങളില്ല. ഈ ഖ ഗ ഖ ഛ ജ ഛ പോലുള്ള അക്ഷരങ്ങളൊന്നുമില്ല. പകരം ക ങ ച ഞ ട ണ ത ന പ മ യ ര ല വ ള ഴ റ ഇത്ര അക്ഷരങ്ങളെ തമിഴിലുള്ളൂ. ആകെ 30 അക്ഷരങ്ങളുള്ളൂ. സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ചേർത്തിട്ട് ആകെ 30 അക്ഷരങ്ങളെ തമിഴിലുള്ളൂ. അപ്പോൾ തൊൽക്കാപ്യത്തിൽ, അതായത് ഈ BC 2-ാം നൂറ്റാണ്ട് മുതൽ പൊതുവർഷം 3-ാം നൂറ്റാണ്ട് വരെ വരുന്ന ആ കാലത്തെ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കൃതി തൊൽക്കാപ്യമാണ്. അപ്പോൾ ആ തൊൽക്കാപ്യത്തിൽ 30 അക്ഷരങ്ങൾ ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 30 അക്ഷരങ്ങൾ തന്നെ ഈ നോവൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ആ ഒരു കാലത്തിൻ്റെ ഒരു സാംസ്കാരികമായ അന്തരീക്ഷം നോവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സംസ്കൃതത്തിൻ്റെ ആധിപത്യം ശക്തമാകാത്ത ഒരു കാലം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ മലയാള ഭാഷയുടെ അത്രയും വലിയൊരു സാധ്യത ഉപയോഗിക്കാൻ പറ്റുകയാണ്, അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുകയാണ്. നമ്മൾ വളരെ റിച്ചായിട്ടുള്ള ഭാഷയാണ്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാൻ വിചാരിച്ചു. എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടേ, അതായത് അത്ര റിച്ചായിട്ടൊരു ഭാഷയാണ്. നമുക്ക് ഈ പിന്നെ ഒരു ഫ്ലെക്സിബിൾ സൊസൈറ്റി ആയതുകൊണ്ട് മറ്റ് പല ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ള ധാരാളം വാക്കുകൾ മലയാളത്തിലുണ്ട്. ഇപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ അറബിയിൽ നിന്ന് വരുന്നുണ്ട്, സിറിയൻ വാക്കുകളുണ്ട്, പോർച്ചുഗീസ് വാക്കുകളുണ്ട്, സ്പാനിഷ് വാക്കുകളുണ്ട്, ഇംഗ്ലീഷ് പിന്നെ പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള നിരവധി ഭാഷയിൽ നിന്നുള്ള വാക്കുകൾ മലയാളത്തിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് ഭാഷ റിച്ചാകുന്നത്. പക്ഷേ ഇതൊക്കെ കൂടെ വന്നു കഴിയുമ്പോഴേക്കും മലയാളിയുടെ ഇപ്പോഴത്തെ ഒരു വിചാരം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ചേരുന്നതാണ് മലയാള ഭാഷ, അല്ലാതെ എന്താണ് അതിന് ഒരു സ്വതന്ത്രമായ നിലനിൽപ്പില്ല എന്നൊരു തോന്നൽ മലയാളികൾക്ക് തന്നെയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. മലയാളത്തിലേക്ക് ഇത് വരുന്നതിനൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിലുള്ള എല്ലാ കലർപ്പുകളെല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ തന്നെ തമിഴോ സംസ്കൃതമോ അല്ലാത്ത ഒരു മലയാളം എന്താണ് സാധ്യമാണ്. കാരണം അത്രയ്ക്ക് റിച്ചായിട്ടുള്ളൊരു വൊക്കാബുലറി ഉണ്ട്. ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്രയേറെ വാക്കുകളുണ്ട്. ഇപ്പോൾ ഒരു വിളക്കിൻ്റെ വിളക്കിൻ്റെ തിരി കത്തി തീർന്നിട്ട് അവസാനം
ബാക്കിയാവുന്ന ആ കരിക്ക് വരെ മലയാളത്തിൽ വാക്കുണ്ട്. കങ്കൽ എന്നൊരു വാക്ക്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തമിഴിലായിരിക്കുമല്ലേ ഈ ഒരു എഫേർട്ട് കൂടുതലായി കാണുന്നുണ്ടാവും. അവിടെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടാക്കി ഭാഷയെ സമ്പുഷ്ടീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തമിഴിലാകുമ്പോൾ അവരെന്ത് വെച്ചാൽ ഏത് വാക്കിനെയും തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞാൽ അത്രയ്ക്ക് തമിഴരുടെ അത്രയും ഒരു എന്താണ് ഭാഷാ അഭിമാനം മതി, അല്ലാണ്ട് ഈ ഭാഷാ മൗലികവാദമൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഈ ഭാഷാ അഭിമാനം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതുണ്ടെങ്കിലേ നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു നമ്മളെപ്പോഴും എന്താണ് കടമെടുത്ത് മാത്രം ജീവിച്ചൊരു സമൂഹമാണെന്ന് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സെൽഫ് പ്രൈഡ് എന്നൊരു സംഗതി. ഇത് പറഞ്ഞു വരുമ്പോഴേ ഒരു കാര്യം ഓർമ്മ വരുന്നത്, അങ്ങ് ഈ പുതുതലമുറ എഴുത്തുകളെക്കുറിച്ച് പലപ്പോഴും ആ ഒരു എഴുത്തിനെ വിമർശിക്കുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. നമ്മൾ ഈ പുതുതലമുറയിലെ ചില എഴുത്തിൻ്റെ പ്രവണതകളെ, എല്ലാ എഴുത്തിനെയും നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള റൈറ്റിങ്സിനെ കുറിച്ച് എഴുത്തുകാരൻ തൻ്റെ സ്വത്വത്തോട് നീതി പുലർത്തണോ അതോ അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്ന് കൊമേഴ്സ്യലായിട്ടുള്ള ആസ് എ പ്രൊഡക്റ്റ് എന്ന നിലയിൽ ഈ എഴുത്തിനെ കാണണോ, അല്ലെങ്കിൽ പുസ്തകത്തെ കാണണോ, കഥാതന്തുവിനെ സമീപിക്കണോ? ഇപ്പോഴത്തെ ഒരു വലിയ ഒരു സാഹിത്യരംഗത്തിന് പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് പബ്ലിഷറാണ് എപ്പോഴും എഴുത്തുകാരനോട് നിർദ്ദേശിക്കുന്നത്. പുസ്തകത്തിലെ ഇന്ന രംഗങ്ങൾ വേണം, ഇന്ന ഫ്ലേവറുകൾ വേണം, ഇങ്ങനെയൊക്കെ ക്രമീകരിക്കണമെന്നൊക്കെയുള്ള പബ്ലിഷറുടെ ഇടപെടലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുള്ള ഒരു ആരോപണങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പല പുസ്തകങ്ങളും അത്തരത്തിൽ വലിയ സിനിമാറ്റിക് ഇമേജോടുകൂടി, നമ്മൾ പറയുന്ന ഒരു പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുന്നത് തെറ്റായ പ്രയോഗമാണെന്ന് വിശ്വസിക്കുന്നു, എങ്കിലും ആ രീതിയിലേക്ക് ഒരു എഴുത്തിൻ്റെ ശൈലി നീങ്ങിപ്പോവുകയാണ്. എഴുത്തുകാരന് സ്വന്തം സത്യത്തോട് നീതി പുലർത്താൻ പറ്റാത്തൊരു സാഹചര്യം, അത് സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ മറ്റെല്ലാ സ്ഥലത്തും അതുമായി ബന്ധപ്പെട്ടൊരു കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് എഴുതണം എന്നുള്ള രീതിയിൽ പബ്ലിഷറൊക്കെ ഇടപെടുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊരു നിലപാട് പക്ഷേ അതിനോട് പിന്തിരിഞ്ഞ് നടക്കുന്ന, ചെറുത്ത് നിൽക്കുന്ന അപൂർവ ചില എഴുത്തുകാരിൽ ഒരാളാണെന്നാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്? വാസ്തവത്തിൽ നമുക്കങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരാറില്ല. എന്നുവെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ ആദ്യം പറയാം. അതായത് നമുക്ക് നേരത്തെ തന്നെ രണ്ട് തരത്തിലുള്ള എഴുത്തുകളെ പ്രധാനമായിട്ട് ഉണ്ട്. ഇപ്പോൾ ഒ വി വിജയൻ, മുകുന്ദൻ കാക്കനാടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്നത്തെ തന്നെ സീനിയറായിട്ടുള്ള എഴുത്തുകാരുടെ എഴുത്തുകളുണ്ട്. ഇപ്പോൾ മോഡേൺ ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. അതേസമയത്ത് പാരലായിട്ട് മുട്ടത്തുവർക്കി തുടങ്ങുന്ന, അല്ലെങ്കിൽ മുട്ടത്തുവർക്കി, കാനം, ഈജെ, മാത്യു മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു നേരെ എഴുത്തുകാർ ഈ ജനപ്രിയ മാഗസിൻസിലുണ്ട്. ജനപ്രിയ മാഗസിൻസിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അതിൽ കമേഴ്ഷ്യലൈസേഷൻ കൂടുകയാണ്. നേരത്തെ മുട്ടത്തുവർക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ പിൽക്കാലത്ത് ഒരു 80കളോട് കൂടി വലിയ രീതിയിലുള്ളൊരു കമേഴ്ഷ്യൽ ഉൽപ്പന്നങ്ങളായിട്ട് മാറുകയാണ്. ഒരാൾ തന്നെ പല പേരുകളിൽ നോവൽ എഴുതുകയും ഒരേ സമയത്ത് തന്നെ പല മാഗസിൻസിലേക്ക് ഇങ്ങനെ ആ രീതിയിൽ അതൊരു പണം സമ്പാദിക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ അവിടെയാണ് ഇത്തരത്തിലുള്ള പോപ്പുലർ ചേരുവകൾ മുഴുവൻ പണ്ട് വന്നുകൊണ്ടിരുന്നത്. പിൽക്കാലത്ത് ഈ ഡിവിഷൻ ഇല്ലാണ്ടായി. ഈ മറ്റേ ഒരു വരേണ്യ സാഹിത്യമെന്നോ അങ്ങനെയുള്ള ജനപ്രിയ സാഹിത്യമെന്നോ അങ്ങനെയുള്ള ഡിവിഷൻസ് ഇല്ലാതെയായി. പലതരത്തിലുള്ള നോവലുകൾ, ഇപ്പോൾ ടി പി രാജുവിൻ്റെ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ പാലേരി മാണിക്യം എന്ന് പറയുന്ന നോവൽ. ഇപ്പോൾ ഞാനത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ പാലേരി മാണിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് സിനിമയായിട്ടാണ് മനസ്സിലാക്കുക. പക്ഷേ അത്രയും പ്രധാനപ്പെട്ട, മലയാളത്തിൽ അത്രയും പ്രധാനപ്പെട്ട നോവലാണ്. സിനിമ ഒന്നുകൂടി എനിക്ക് തോന്നുന്നു നോവലിനെ കുറിച്ചുള്ള ചർച്ച മറഞ്ഞു പോയോന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പം അങ്ങനെ ആ നോവലിൽ തന്നെ പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്നിട്ട് സസ്പെൻസ് ത്രില്ലറിൻ്റെ ഒരു സ്വഭാവമാണ്. സീരിയസ് ആയിട്ടുള്ള നോവൽ തന്നെ. അത് പിന്നെ പല എഴുത്തുകാരും ചെയ്തിട്ട് പോസ്റ്റ് മോഡേൺ നറേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഈ അതിർത്തി നേർത്തുപോയി. ഈ നേർത്ത് കഴിഞ്ഞപ്പോൾ ഒരവസ്ഥയിലാണ് ഒരേ പബ്ലിഷർ തന്നെ എന്ത് ചെയ്യുന്നു, പലതരത്തിലുള്ള ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നു. അതിൽ ഈ ത്രില്ലറുകളും പിന്നെ അതുപോലെ ഈ ജനപ്രിയ എഴുത്തുകളെന്ന് പറയുന്ന ആ രംഗത്താണ് ഈ പറഞ്ഞ തരത്തിലുള്ള സവിശേഷതകളുള്ളത്. എഴുത്തുകാരോട് ഈ പബ്ലിഷർ തന്നെ ഇന്ന തരത്തിലുള്ള സംഭവങ്ങൾ, ആ ഒരു ചേരുവകൾ നിർദ്ദേശിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംഭവിക്കാൻ സാധ്യത അല്ല. ഇപ്പോൾ നമുക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ നമ്മളോട് ആരും ഇന്ന തരത്തിൽ എഴുതണമെന്നോ അല്ലെങ്കിൽ ഇന്ന തീമിൽ എഴുതണമെന്നോ അങ്ങനെയൊന്നും പറയില്ല. അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ മറ്റേത് അങ്ങനെയല്ല, ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റായിട്ടാണ് എഴുത്തുകാരും വിചാരിക്കുന്നത്, പബ്ലിഷേഴ്സും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള മേഖലയിൽ എഴുതുന്നവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്കാണത് കൂടുതൽ. പക്ഷേ കമേഴ്ഷ്യലൈസേഷൻ എന്നുള്ളത് വളരെ ഇത് ശരിക്കും ഒരു ബാലൻസിങ്ങിലാണുള്ളത് നിൽക്കുന്നത്. ഈ ഒരേ പബ്ലിഷർ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ഒരു സ്ഥലത്ത് ഈ അവർ കൂടുതൽ ലാഭം ഉണ്ടാകുന്ന തരത്തിലുള്ള, ഇപ്പോൾ അതും മാറി. ഇപ്പോൾ ബെന്യാമിൻ്റെ അല്ലെങ്കിൽ കെ ആർ മീരയുടെ ഒക്കെ നോവലുകൾ വളരെ നന്നായിട്ട് വിറ്റ് പോകുന്ന നോവലുകൾ കൂടിയല്ലേ. ഈ അതൊന്നും ഒരു പോപ്പുലർ ഫിക്ഷൻ എന്നുള്ള രീതിയിലല്ലോ നിൽക്കുന്നത്. പകരം ഒരു എന്താ പറയണ്ടത്, നിലവാരമുള്ള ലിറ്ററേച്ചർ
എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതേസമയത്ത് തന്നെ കൂടുതൽ ആൾക്കാരത് വാങ്ങിക്കുന്നു, വായിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് അവിടെയുള്ളത്. നമ്മൾ വെച്ചാൽ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളോ അങ്ങനെയുള്ള സംഗതികളൊന്നും വരാറില്ല. പകരം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ്, ഇങ്ങനെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങൾക്ക് തന്നെ തരണം എന്നിങ്ങനെ പബ്ലിഷർമാർ ആവശ്യപ്പെടാറുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഇടപെടലൊന്നും നമുക്ക് വേണ്ടി വന്നിട്ടില്ല. സമൂഹ മാധ്യമത്തിൽ വളരെ സജീവമായിട്ടുള്ള ചുരുക്കം ചില എഴുത്തുകാരിൽ ഒരാളാണ്. ഈ സമൂഹ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ട്രാൻസിഷൻ, ഇത് പൊതുവേ ഒരു ഇരുതല മൂർച്ചയുള്ള വാളായിട്ട്, ഒരു സ്വയം സെൻസർ ബോർഡായിട്ട്, അല്ലെങ്കിൽ സ്വയം സെൻസർ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ഈ നവമാധ്യമങ്ങൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും പല എഴുത്തുകാരും വലിയ വിമർശനങ്ങൾക്ക് വിധേയരാവുകയും ജെന്യൂനായിട്ടുള്ള നല്ല പരിഗണിക്കപ്പെടേണ്ട വായിക്കപ്പെടേണ്ട കൃതികൾ പോലും മാറ്റിവെച്ച് പല ആളുകളും പ്രതികരിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വളരെ നിശബ്ദമായി പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഈ ഒരു സാഹചര്യത്തോടൊപ്പം തന്നെ ചേർത്ത് കാണേണ്ടത് എഴുത്തുകാരിൽ തന്നെ വലിയ കാര്യമായ കാമ്പില്ലാതെ പലപ്പോഴും പല കള്ളനാണയങ്ങളും രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇവർ ഊതിപ്പെരുപ്പിച്ച ബലൂണുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്ന ഈ ഫെയിം മുതലെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ ഈ എഴുത്തുകാർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി സത്യത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളുടെ ഗുണത്തോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു സെൻസർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സമ്മർദ്ദം എഴുത്തുകാർക്ക് അതിജീവിക്കാൻ പറ്റാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അത് വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രായോഗിക രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, അവരുടെ വലിയ രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട, അല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികൾക്കും വലിയ ഒരു ഓരോരുത്തർക്കും അവരവരുടെയുള്ള സൈബർ വിങ്ങുകളുണ്ട്. അവർ കൃത്യമായിട്ട് സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്ന, ആരെ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏത് നിലപാടിനെ അറ്റാക്ക് ചെയ്യണം, ഏതിനെ പ്രിവെൻറ്റ് ചെയ്യണം, ഏതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലുള്ള നേരത്തെ തന്നെ ഒരു തീരുമാനിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള താല്പര്യങ്ങൾക്ക് ഹാനികരമായ സംഗതികൾ എന്ത് ചെയ്യുന്നു, അവരവരുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമായവയെ അവരെന്ത് ചെയ്യുക, വളരെ രൂക്ഷമായി എതിർക്കുകയും അവരവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന അതേ സംഗതിയെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ഒരാൾ അത് ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആൾ ചെയ്യുന്നതിന് എതിർക്കുകയും ചെയ്യുന്നു. ഒരേ ഇഷ്യൂ ആണ്. ഈ ഒരേ ഇഷ്യൂവിനെ എന്ത് ചെയ്യുന്നു, ആ ഇഷ്യൂ അല്ല പ്രധാനം. അപ്പോൾ പകരം ആരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അത് ഉണ്ടാക്കുന്ന ധാർമ്മികമായ ഒരു മൂല്യച്യുതിയുണ്ട്. അത് ആ രീതിയിലേക്ക് ഈ സൈബർ ഇടപെടലുകൾ മാറുകയാണ്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ 2004 ഈ ഏറ്റവും തുടക്കം മുതൽ തന്നെ ഈ സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിൽ ആദ്യം വന്നൊരു എന്താ പറയണ്ട, അത്തരത്തിലുള്ളൊരു മാധ്യമം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മാധ്യമം എന്ന് പറയുന്നത് ഓർക്കുട്ടാണ്. ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓർക്കുട്ടിൽ 2004 ഞാൻ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും, എന്നിട്ട് അതിൽ നോക്കിയിട്ട് വളരെ കുറച്ച് എഴുത്തുകാരെയാണ് അതിൽ ആകെ കാണാൻ പറ്റിയത്. മേതിൽ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ അനിതാ തമ്പി, ഇങ്ങനെയൊക്കെയുള്ള 2 പേരെയാണ് ആകെ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഒരു കവി സുഹൃത്ത് എനിക്ക് വന്ന് മെസ്സേജ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കവി ഓർക്കുട്ടിൽ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് മൂന്നാറുണ്ട്. കാരണം അങ്ങനെ ഒരു അന്നത്തെ വേറെ ആരും അതിലില്ല, എഴുത്തുകാരനെ ആരെയും അതിൽ കാണാൻ പറ്റിയില്ല. അല്ല, നമ്മൾ ആ കാലം തൊട്ടുള്ള പരിചയമുണ്ട്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ ഈ ഓർക്കുട്ടിൻ്റെ ആദ്യകാലത്തായാലും ഈ ഫേസ്ബുക്കിൻ്റെ ആദ്യകാലത്തൊക്കെ ആയാലും ധാരാളം ലിറ്ററേച്ചറിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുമായിരുന്നു. അതിനൊക്കെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് പോയിട്ട് ഈ പ്രായോഗിക രാഷ്ട്രീയക്കാരുടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് അവരാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ അതിനോട് തന്നെ ഇഴചേർന്ന് നിൽക്കുന്ന ഈ മതമൗലികവാദത്തിൻ്റെ പ്രശ്നങ്ങൾ. നമുക്കൊരു ഫാസിസ്റ്റ് മൂവ്മെൻറ്റ് ആ ഒരു രീതിയിൽ അതിനെ വിശേഷിപ്പിക്കാനാവുമോ? കാരണം ഇത് നേരത്തെ പറഞ്ഞാണ്, അങ്ങ് ചോദിച്ചാൽ തന്നെ ആ സമ്മർദ്ദം തന്നെയാണ് ഇവിടെ. അതായത് ഇവർ നേരത്തെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു പൊളിറ്റിക്കൽ ശരി തീരുമാനിക്കുകയാണ്. എനിക്കിതിനകത്ത് കാണുന്ന നിരവധി അഭിപ്രായങ്ങളോട് വിയോജിപ്പ് തോന്നും. ചില സമയത്ത് എന്ത് ചെയ്യും, വിയോജിപ്പ് തുറന്നെഴുതും. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇനി അതിൻ്റെ പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അത്ര സീരിയസ് ഒന്നും തോന്നാത്തതിനെ വിട്ട് കളയുകയും ചെയ്യും. പക്ഷെ എന്നാലും എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾ ചില ശരികളങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അതിനെ എതിർക്കുന്നവരൊക്കെ എന്താണ്, മറുപക്ഷത്ത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ ആ രീതിയിലുള്ളൊരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. അത് മറ്റു മീഡിയയുടെ സാന്നിധ്യം അതേപോലെ തന്നെ അതിന് പ്രധാനപ്പെട്ട കാരണമാണ്. വിഷ്വൽ മീഡിയ, ടെലിവിഷൻ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ എന്ന് പറയുമ്പോഴേക്കും അത് ഈ പറഞ്ഞവരെ 24 മണിക്കൂർ വാർത്ത കേൾപ്പിക്കാനുള്ള എന്ത് സംഗതിയാണ് മലയാളത്തിലുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ശബരിമലയിൽ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി. അതായത്
ഒരിക്കൽ ശബരിമല മേശാന്തി തെരഞ്ഞെടുപ്പ് ലൈവ്, ഇപ്പോഴല്ല കുറേ വർഷം മുമ്പ്, ഞാൻ പണ്ടൊക്കെ എങ്ങനെ വെച്ചാൽ ഈ ശബരിമല മേശാന്തിയായിട്ട് ഇന്ന ആളെ തിരഞ്ഞെടുത്തതുകൊണ്ട് പിറ്റേ ദിവസം ഒരു ന്യൂസ് പത്രത്തിൽ കാണാം. ഇതങ്ങനെയല്ല, ശബരിമല മേശാന്തിയുടെ തെരഞ്ഞെടുപ്പ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ചാനലുകളിൽ അല്ല. ഞാൻ വിചാരിച്ചത് ഇത്ര വലിയ, ഞാൻ പറയാൻ ശ്രമിച്ചാൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ ഇതെല്ലാം വലിയ വലിയ ഇവൻറ്റ്സ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ഇതെല്ലാം ഇവൻറ്റുകളായിട്ട് മാറുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എന്താണ് വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറുകയാണ്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്രയും വലിയൊരു ഗ്ലാമർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഈ പറഞ്ഞ ഇരുതല മൂർച്ചയുള്ള ഒരു 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 സംഗതിയാണ്. നമ്മൾ എന്തിനാണോ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ ആഘോഷിക്കുക എന്ന് പറയുന്നൊരവസ്ഥ വരും. എന്തിനാണ് ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ അതിനെ തന്നെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു അവസ്ഥ വരും എന്നർത്ഥം. ഇങ്ങനെ ഒരവസ്ഥയെ, അങ്ങനെ ഒരു സാഹചര്യം വ്യക്തി ജീവിതത്തിൽ അങ്ങേക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതിനിടയ്ക്ക്? ഓരോ തവണയും ഓരോ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കണം തോന്നും. പക്ഷേ ഒരിക്കലും നമുക്കറിയാം, മാന്യമായ രീതിയിലൊരു പ്രതികരണം നടത്തിയാൽ പോലും എന്താണ് തൊട്ട് പിന്നാലെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നൊരു സംഭവമായിരിക്കും നേരിടേണ്ടി വരിക. പിന്നെ ചിലത് നമ്മൾ എന്ത് ചെയ്യില്ല, അത് നോക്കില്ല. സൈബർ അറ്റാക്ക് എന്നുള്ള സംഗതിയെ നമ്മൾ കണക്കാക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ഒരു തമാശയാണ്. പിന്നെ എല്ലാ ദിവസവും ഇത് തന്നെ കേൾക്കേണ്ട ഒരു അവസ്ഥയില്ലായിരുന്നു. നമ്മൾ നോവലും കവിതയും ഒക്കെയാണല്ലോ കൂടുതൽ എഴുതാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഇതിലെ ഓരോ ഇതിനെയും പ്രതിരോധിക്കാനും എന്താണ് അതിന് പ്രതികരിച്ചുകൊണ്ടിരിക്കാനൊന്നും നമ്മളധികം ശ്രമിക്കാറില്ല. അതാണ്. അങ്ങ് നേരത്തെ കവിതയെക്കുറിച്ചും ഇത് നോവലിനെക്കുറിച്ചൊക്കെ അല്പം പറയുന്നത്. അപ്പം ഈ കവിതയും നോവലും രണ്ട് തരത്തിലുള്ള രീതി, നറേഷൻ കൊണ്ട് തന്നെ രണ്ട് തരത്തിലേക്കാണ്. പക്ഷേ അങ്ങയുടെ പല കവിതകളിലും ഈ ഒരു നറേറ്റീവ് സ്റ്റൈൽ കുറച്ചുകൂടെ ഗദ്യരൂപത്തിലേക്ക് അങ്ങ് പല കാര്യങ്ങളും എഴുതുന്നത് കാണാം. നോവലിലേക്ക് വരുമ്പോൾ അങ്ങയുടെ നോവലിൽ മിക്ക പുസ്തകങ്ങളും കവിതയുടെ ഒരു താളം, എനിക്ക് തോന്നുന്നു ആ ആദ്യത്തെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ ആ ഒരു രീതിയിലെ ഒരു സംഗീതാത്മകമായ തലക്കെട്ടാണ്. ശരിക്കും ഈ പുസ്തകത്തിലെ കവിതയും കവിതയിലെ ഈ ഗദ്യരൂപം എങ്ങനെയാണ് ഇതിനെ അങ്ങ് കൈകാര്യം ചെയ്യുന്നത്? ഈ പ്രത്യേകിച്ച് ഈ താളാത്മകത നിലനിർത്തി കൊണ്ടുപോകാൻ എങ്ങനെയാണ്? വാസ്തവത്തിൽ എല്ലാ ലിറ്ററേച്ചറിൻ്റെയും അടിസ്ഥാനമായിട്ട് വരുന്ന ഒരു സാഹിത്യ രൂപം എന്നല്ല, അത് ഒരു സ്വതവേ ഒരു സാഹിത്യ രൂപമാണ് കവിത. അതേസമയത്തിന് മറ്റെല്ലാ സാഹിത്യ രൂപങ്ങളുടെയും ബേസായിട്ട് നിൽക്കുന്നൊരു സംഗതി കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും നല്ല പോയറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകനാണല്ലോ. അപ്പോൾ ക്ലാസ്സിൽ പലപ്പോഴും മോഡേൺ പോയട്രിക്കൊക്കെ ഉദാഹരണം പറയേണ്ടി വരുമ്പോൾ കവിത നല്ല ഉദാഹരണം കൊടുക്കേണ്ടി വരിക ഒ.വി. വിജയൻ്റെ മറ്റു നോവലുകളിൽ നിന്നാണ്. പക്ഷേ വിജയൻ്റെ നോവൽ വായിക്കുമ്പോൾ വളരെ പോയറ്റിക്കായുള്ള നിരവധി പ്രയോഗങ്ങളും ഒക്കെ അതിലാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. സാർ, ഇത് പറഞ്ഞപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ സമൂഹ മാധ്യമങ്ങൾ കുട്ടികളെ ഒരു സുരക്ഷ, അവരുടെ ചുറ്റും അവർ തന്നെ സാങ്കല്പികമായൊരു സുരക്ഷാ വലയം, അതിലുണ്ടാകുന്ന അപകടങ്ങൾ അങ്ങനെയുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കരുതുന്നുണ്ടോ? ഇവർ ജനിച്ചു വീഴുമ്പോഴേ പരിചയപ്പെടുന്നത് ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഇപ്പം നമ്മുടെ തലമുറ എന്ന് പറയുമ്പോഴേക്കും എൻ്റർടൈൻമെൻറ്റിനും മറ്റൊക്കെ നിരവധി മറ്റ് സംഗതികളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ കാണുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് തന്നെ ഈ മൾട്ടിമീഡിയ ഉപകരണങ്ങളാണ്. അപ്പോൾ ഈ ഉപകരണങ്ങളിലൂടെ കിട്ടുന്ന ഒരു വിർച്വൽ ലോകം ഇവരുടെ പാർട്ടായിട്ട് തന്നെ മാറുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലേക്ക് ആ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിലേക്കൊക്കെ വരുന്നത് അതിനകത്ത് തന്നെ നിന്ന് അഭിരമിക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പലതരത്തിലുള്ള സ്റ്റോറികൾ ചെയ്യുക, അല്ലെങ്കിൽ റീലുകൾ, ഇങ്ങനെ അവരുടെ ഒരു ലോകം അവരിങ്ങനെ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ വിർച്വൽ ലോകം എന്ന് പറഞ്ഞാൽ ശരിക്കും അതായത് ഒരു കുറച്ചൊരു മായികമായ സംഭവമല്ല. വിർച്വൽ എന്ന് പറയുന്ന വാക്ക് പറയുന്ന പോലെ തന്നെ അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷേ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സമയത്ത് ഹാർഷായിട്ടുള്ള ഈ ജീവിത സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെയാണ് ഒരു പരിങ്ങലോ ഒരു പതറലോ അവർക്ക് തോന്നാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മൂല്യ വിചാരങ്ങളിലും മറ്റൊക്കെ വലിയൊരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ മനുഷ്യരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുതരം ഒരു വിചിത്ര സ്വഭാവം നമുക്ക് പലപ്പോഴും നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും ഒരു വിചിത്ര സ്വഭാവം നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അത്രയും ശക്തമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറേ കൂടി എന്താ പറയണ്ടേ, ഈ ഇഷ്യൂസിനെ മനസ്സിലാകാൻ പാകത്തിനുള്ള വലിയൊരു ഇടപെടൽ മുതിർന്നവരുടെ സമൂഹത്തിൽ നിന്നും ആവശ്യമാണ്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് അതിന് കാരണം, മാനസികമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള രീതിയിൽ തന്നെയുള്ള അന്വേഷണങ്ങളെ ആവശ്യമായിട്ട് വരും. പക്ഷേ നമ്മൾ മുതിർന്ന ആൾക്കാർ അത് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ തരത്തിലുള്ള ഇവർക്ക് സർവൈവ് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരും, ഈ രണ്ട് ലോകങ്ങളും തമ്മിലുള്ള കോൺട്രഡിക്ഷൻസേ. സാറേ, നമുക്ക് വീണ്ടും നമ്മുടെ എഴുത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പം നിലം മലർന്നു പൂത്താൽ ആ പുസ്തകം, അതിനുശേഷം വരുന്ന മുറിനാവ്, അതിനുശേഷം വരുന്ന മണൽപ്പാവകൾ, ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളെ
ഒന്ന് 3 തൊട്ട് 4 നൂറ്റാണ്ട് വരെയുള്ള 4-ാം നൂറ്റാണ്ടിൻ്റെ വരെയുള്ള അങ്ങനെ സെർട്ടൺ ടൈം പീരീഡായിട്ടാണ് നമ്മളിതിനെ ഈ കഥകൾ വരുന്നത്. ആ കഥാപാത്രങ്ങളെ അവിടെ നിന്ന് അങ്ങ് കണ്ടെത്തുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ പലരും അവഗണിച്ചിട്ടുള്ള കാണാതെ പോയിട്ടുള്ള ഇപ്പം മലയാളത്തിൽ തന്നെ അവഗണിക്കപ്പെട്ട കവയിത്രീനെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ പല തരത്തിൽ അങ്ങയുടെ പുസ്തകത്തിൽ നമ്മൾ ഇതിങ്ങനെ കാണുകയാണ്. വാസ്കോഡ ഗാമയുടെ ഒപ്പം വന്നിരുന്ന മറ്റൊരു കഥാപാത്രം ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ മറ്റെവിടെയും അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ള പരിഗണന കിട്ടാതെ പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഈ പൗലോ കൊയ്ലോയുടെ ദ സ്പൈലൊക്കെ ഉള്ള പോലെ അതേപോലെ ഒരു കഥാപാത്രമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ചാരൻ എന്ന നിലയിലൊക്കെ ഒരിക്കൽ കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം കൂടിയാണെന്ന് തോന്നുന്നു. കാസ്ബർഡ ഗാമ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ഇനി നമ്മൾ അവസാനം മണൽപ്പാവുകളിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങ് ചരിത്രാഖ്യാനം നടത്തുമ്പോൾ അതിനകത്ത് ഗാസ്ബർഡ ഗാമ വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ഇവരെ കൊണ്ടുവരുന്നു. നമ്മുടെ ബംഗാളിൽ നടന്നിട്ടുള്ള മൂവ്മെൻറ്റുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ആഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഇവരിൽ നമ്മൾ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ഈ നോവലുകൾ 3 ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ട്രിലജിയാണ് ശരിക്കും. നിലമ്പൂത്ത് മണനാൾ, മുറുനാവ്, മണൽപ്പാവ. ആദ്യം ട്രിലജി ആകാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇത് എഴുതിയത്. എന്താ പറയട്ടെ, ഈ നിലമ്പൂത്ത് മണനാൾ എഴുതുമ്പോൾ അതിനൊരു ഇങ്ങനൊരു തുടർച്ച വേണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴേക്കും എന്താണ് അങ്ങനെ ഒരു തുടർച്ച വേണ്ടതാണ് എന്ന് തോന്നി. അങ്ങനെയാണ് അതിൽ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോന്നിലും ഈ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നതിൽ ഉള്ള ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ പൊതുവേ ചർച്ച ചെയ്തിട്ടില്ലാത്ത അതേ സമയത്ത് തന്നെ അത്രയേറെ ഇൻഫ്ലുവൻസ് മലയാളി ജീവിതത്തിൽ, കേരളീയ ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിൽ കഥാപാത്രങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിലമ്പൂത്ത് മണനാളിൽ 3 പ്രധാനപ്പെട്ട കവികൾ, അക്കാലത്തെ പ്രധാനപ്പെട്ട 3 കവികൾ, പരണർ, കപിലർ, ഔവയാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 കവികൾ ആ നോവലിൽ കഥാപാത്രങ്ങളാണ്. സംഘകാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവികളാണ്. നമുക്ക് കേരളത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ, അതായത് നമുക്ക് എഴുത്തച്ഛൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് മഹാകവികൾ. അതേസമയത്ത് സംഘകാല കവികൾ മുഴുവൻ നമ്മുടെ തന്നെ പൂർവ്വകവികളാണ്. നമ്മൾ അവരെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഈ പറഞ്ഞൊരു തരത്തിലേക്ക് മനസ്സിലാക്കാറുമില്ല, പരിഗണിക്കാറുമില്ല. അവരെഴുതിയിട്ടുള്ള ഗംഭീരമായ സംഗതികളുണ്ട്, അതൊന്നും നമ്മളങ്ങനെ വായിച്ച് പരിചയിക്കാറുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സംഘകാലം നമ്മുടേതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, 50-ഓളം ഈ പെൺകവികൾ എഴുതിയിരുന്ന കാലം. നമ്മൾ മലയാള സാഹിത്യം മുഴുവൻ എടുത്തു കഴിഞ്ഞാലും എന്താണ്, 19-ാം നൂറ്റാണ്ട് പകുതിക്ക് ശേഷമാണ് ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു കാലം, ജാതി വ്യവസ്ഥ ശക്തമല്ലാതിരുന്നൊരു കാലം. ഇങ്ങനെ വളരെയേറെ സവിശേഷതകളുള്ളൊരു പീരീഡാണ് ഇത്. പക്ഷേ നമ്മളിതിനെ ഓൺ ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും എന്താണ്, പരശുരാമൻ മഴുവെറിഞ്ഞ കഥ പറയും. അപ്പോൾ നമുക്കെല്ലാവർക്കും അതൊരു മിത്താണെന്ന്. എന്നാലും എന്ത് ചെയ്യും, നമ്മളത് തന്നെ പറയും. ഇപ്പോഴും സോഷ്യൽ മീഡിയ എഴുതുമ്പോൾ പോലും പരശുരാമൻ മഴുവെറിഞ്ഞ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പല കേരളത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഈ പരശുരാമൻ മഴുവെറിഞ്ഞത് നമുക്കറിയാമല്ലോ. അത് അങ്ങനെ ഒരു കഥ മറ്റേ ഒരു ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റ്സ് ഇവിടെ ശക്തമാകുമ്പോഴാണ് ആ കഥയ്ക്ക് വലിയ പ്രചാരം വരുന്നത്. സംഘകാലത്ത് തന്നെ ചില സൂചനകളുണ്ട്. എന്നാൽ പോലും ഈ ബ്രാഹ്മിൺ സെറ്റിൽമെൻറ്റ്സ് ശക്തമാകുന്നതോടു കൂടിയാണ് അത്തരത്തിലുള്ള കഥകൾക്ക് ഒരു പ്രചാരം വരുന്നത്. ഇത് ശക്തമായതിന് മുമ്പുള്ളൊരു വലിയ കാലമാണിത്, വലിയ പീരീഡാണ് ഈ പറഞ്ഞ സംഘകാലം. അത് പക്ഷേ മലയാളി ഒരിക്കലും ഓൺ ചെയ്തിട്ടില്ല. തങ്ങളുടെ സംസ്കാരമാണ് എന്ന് ഓൺ ചെയ്തിട്ടില്ല. പകരം അത് തമിഴിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ നിലമ്പൂത്ത് മണനാളൊരു നോവൽ ആ രീതിയിൽ എഴുതുന്നത്. അപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ അങ്ങനെ ആണ് വരിക. പിന്നെ കൂടാതെ വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ ഈ സംഘകാല കവിതകളിൽ നായകൻ, നായിക, തോഴി എന്നൊക്കെയുള്ള പരാമർശങ്ങളേ ഉള്ളൂ. ഇവർക്കാർക്കും പേരില്ല, പേരിടാൻ പറ്റില്ലെന്നാണ് നിയമം തന്നെ. ഇപ്പോൾ തൊൽക്കാപ്യത്തിലെ നിയമം അനുസരിച്ച് അകം കവിതകളിൽ ഇവരുടെ ഒന്നും പേര് സൂചിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഈ സാധാരണ മനുഷ്യർക്കൊന്നും അതിൽ പേരില്ല. ആകെ പേരുള്ളത് രാജാക്കന്മാർക്കും ഒക്കെ മാത്രമേ ഉള്ളൂ. നമ്മുടെ നോവലിൽ ഇവർക്കെല്ലാവർക്കും പേര് ഉണ്ട്. സാധാരണ മനുഷ്യരാണ്, അവർക്ക് പേരുണ്ട്, അവരാണ് നറേറ്റ് ചെയ്യുന്നത്. പണ്ട് കവികൾ സാധാരണ മനുഷ്യരെക്കുറിച്ച് ആണ് അവരുടെ കവിതകൾ എഴുതിയതെങ്കിൽ ഇതിൽ കൊലുമ്പൻ, ചിത്തിര, മൈലൻ എന്ന് പറയാനുള്ള 3 സാധാരണ കഥാപാത്രങ്ങൾ ഈ കവികളെക്കുറിച്ചും കൂടി സംസാരിക്കുകയാണ്. അതായത് തിരിച്ചാണ്. അങ്ങനെ ഇതിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു തിരിച്ചിടലുണ്ട്. മുറുനാവിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ കേരളത്തിൽ ജനിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ അവളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചിട്ട് കന്നഡ വചന കവിതാ പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു പോയറ്റായിട്ട് കണക്കാക്കുന്ന ഗൊഗ്ഗവ്വ എന്ന് പറയുന്ന കഥാപാത്രം. ഈ ഗൊഗ്ഗവ്വയെ മലയാളികൾക്ക് ഇതുപോലെയാണ്, ആ രീതിയിൽ അറിയില്ല.
അവർ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഈ ക്വിയർ തിയറി മറ്റൊക്കെ വരുന്ന സമയത്ത് ഈ സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞ തരത്തിൽ അല്ലെങ്കിൽ മറ്റേ LGBTQ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സെക്ഷൽ മൈനോറിറ്റീസിനെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ ധാരാളം വരുന്ന സമയത്ത് ഇപ്പോൾ ഗൊഗോവയുടെ ഒരു കവിത, മുടിയും മുലയും വളർന്നാൽ അവർ പെണ്ണെന്ന് വിളിക്കുന്നു, മീശയും താടിയും വളർന്നാൽ അവർ ആണെന്ന് വിളിക്കുന്നു, എന്നാൽ ഇവയെക്കുറിച്ചുള്ള, അതായത് ആണിനെയും പെണ്ണിനെയും കുറിച്ചുള്ള അറിവ് ആണോ പെണ്ണോ? ഇതാണ് അവർ ചോദിക്കുന്നൊരു ചോദ്യം. അതായത് ഈ രീതിയിൽ എന്ത് ചെയ്യാണ്, ജെൻഡറിൻ്റെ ഒരു പൊളിറ്റിക്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഗൊഗവ എന്ന് പറയുന്ന പോയറ്റ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള കവികൾ ഉള്ളതായിട്ട് നമ്മൾ അങ്ങനെ കണക്കാക്കാറില്ല. മാത്രമല്ല കന്നഡ വചനകവിതാ പ്രസ്ഥാനം, അതിനെക്കുറിച്ച് തന്നെ ഒരു ധാരണയും മലയാളിക്കുള്ളതായിട്ട് തോന്നുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ ആ സമയത്തുണ്ടായുള്ള അത്രയും വലിയൊരു സാമൂഹ്യ വിപ്ലവം, ജാതി വ്യവസ്ഥ എടുത്തു കളയുകയാണ് ഒരു നാട്ടിൽ നിന്ന്. സ്വന്തം ബസവണ്ണ താൻ പ്രധാനമന്ത്രിയായിരുന്ന രാജ്യത്തെ, കല്യാണ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ജാതി വ്യവസ്ഥ എടുത്തു കളയുകയാണ്. കാശ്മീരിലെ രാജാവ് ഇവിടെ വന്നിട്ട് മരംവെട്ടുകാരനായിട്ട് ജീവിക്കുകയാണ്. ഈ സാഹചര്യം അത്രയേറെ എന്താണ്, ഇന്ത്യയിൽ അത്രയും വലിയൊരു ആവേശം ഉണ്ടാക്കിയൊരു സംഭവമാണ്. പക്ഷേ പിന്നീട് അതിനെ തകർത്ത് കളഞ്ഞു ബാക്കി എല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ അധികം ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറില്ല. നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരിക്കുക ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. ആ ഹിസ്റ്ററിയിൽ കാണാതെ പോകുന്ന നിരവധി സംഗതികൾ വേറെ ഉണ്ട്. ആ സംഗതികളെക്കുറിച്ചാണ് ആ നോവലിലും പറയുന്നത്. ഇപ്പം മൂന്നാമത്തെ നോവലിൽ ഈ ഗാസ്പറുടെ ഗാമ, എനിക്ക് ആ കാലഘട്ടങ്ങളിലെ പല പല കഥകളുമൊക്കെ വായിച്ചു വരുമ്പോഴേക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു ഒരു കക്ഷിയാണ് ഈ പറഞ്ഞ ഗാസ്പർ. അയാൾ ഈ ആൻഡലൂസിയ, പഴയ ആൻഡലൂസിയയിൽ ജനിക്കുന്നു. സ്പെയിനിലാണ് എന്ന് പറയുന്നു, ചിലർ പറയുന്നു പോളണ്ടിലാണ് ജനിച്ചതെന്ന് വേറൊരു വേർഷനുണ്ട്. ഏതായാലും അവിടെ ജനിച്ചിട്ട് ജൂതനായിരുന്നു. അങ്ങനെ ജനിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വേറെ പല സാഹചര്യങ്ങളും ഇദ്ദേഹം ഒളിച്ചോടി പോകുന്നു. പിന്നെ മുസ്ലിം ആകുന്നു. എന്നിട്ട് മക്കയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ ഈ ഗോവയിലേക്ക് വരുന്നു. ഗോവയിൽ വന്നിട്ട് ഇവിടെ ഒരു ഷാബന്തറായിട്ട് ഈ ബീജാപ്പൂർ സുൽത്താൻ്റെ ഒരു തുറമുഖത്തിൻ്റെ മേലുള്ളൊരു ഷാബന്തറായിട്ടാണ് ഇവിടെ കഴിഞ്ഞുകൂടുകയാണ്. ആ സമയത്താണ് വാസ്കോ ഡ ഗാമ തിരിച്ചു പോകുന്നത്. കേരളത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഗാസ്പറിനെ കാണുന്നു. ഗാസ്പറിനെ കൂടെ കൂട്ടുന്നു, മതം മാറ്റുന്നു, എന്നിട്ട് ഗാസ്പർ ഡ ഗാമ എന്ന് പേരാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള പല സ്ഥലങ്ങളിലെയും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള റെഫറൻസ് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് അമേരിക്കോ വെസ്പുച്ചിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് ഗാസ്പറാണ്. കബ്രാളിൻ്റെ കൂടെ ബ്രസീലിൽ ചെന്നിറങ്ങിയ സംഘത്തിൽ ഗാസ്പർ ഉണ്ടായിരുന്നു. ഇങ്ങനെ അക്കാലത്തെ ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങളിൽ മുഴുവൻ ഈ മനുഷ്യൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അതേസമയത്ത് കൊച്ചിയിലൊരു ഭാര്യയുണ്ട് അദ്ദേഹത്തിന്. കോഴിക്കോട് ആണ് അദ്ദേഹം അവസാനം പങ്കെടുത്ത യുദ്ധം. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. രക്ഷപ്പെട്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. ഞാൻ പറയും ഇങ്ങനെയൊരു നിഗൂഢ കഥാപാത്രം. അപ്പം ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അവർ ഇപ്പോൾ വാസ്കോ ഡ ഗാമയെക്കുറിച്ച് നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ ആഖ്യാനം വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അതേ കാലത്ത് തന്നെയുള്ള ഇങ്ങനൊരു ക്യാരക്ടറിലൂടെ നമുക്ക് അഡ്രസ്സ് ചെയ്യപ്പെടാത്ത നിരവധി സംഗതികൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലൂടെ. കാരണം വെച്ചാൽ മറ്റേത് കൃത്യം പൊളിറ്റിക്കൽ റെഫറൻസ് അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ റെഫറൻസസ് ഉള്ളത്. ഇതങ്ങനെയല്ല, ഒരു മിത്തായിട്ടാണ്. ഹിസ്റ്ററിക്കകത്ത് ഇങ്ങനെ ഒരു മിത്ത് കിടക്കുകയാണ്. എങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന, എങ്ങനെ വേണമെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ. ഈ മണൽപ്പാവുകളെക്കുറിച്ച് പറയുമ്പോഴേ അങ്ങയുടെ എഴുത്തിനകത്ത് ഈ സംഗീതത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അങ്ങയുടെ ഒരു സംഗീത ആസ്വാദനത്തെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടി ചോദിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഈ പോപ്പ് ഇങ്ങനെയുള്ള മ്യൂസിക്കുകളെക്കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് തീർത്തും പരിചിതമല്ലാതിരുന്നൊരു കാലത്ത് മലയാളികൾക്ക് പാട്ട് കേൾക്കുന്നവരുണ്ടാവാം, എങ്കിലും ഇതേക്കുറിച്ച് വലിയ കാര്യത്തിലായിരുന്നു എഴുതാതിരുന്നൊരു കാലഘട്ടത്തിൽ മലയാളത്തിൻ്റെ പാട്ടുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു കാലത്ത് അതേക്കുറിച്ച് എഴുതിയ ചുരുക്കം ആളുകളിൽ ഒരാളാണ് അങ്ങ്. ആ ഒരു സംഗീത ആസ്വാദനം പിൽക്കാലത്ത് ഈ പുസ്തകങ്ങളിലേക്കൊക്കെ സന്നിവേശിപ്പിക്കുന്നതായിട്ടും കാണാം. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പെരിമെൻ്റ്? അതൊരു പരീക്ഷണമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചതാണോ, അതോ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ? അങ്ങനെ വാസ്തവത്തിൽ നമ്മൾ കവിത എഴുതുമ്പോൾ കവിതയുടെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു മ്യൂസിക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗദ്യത്തിൽ കവിത എഴുതിയാൽ പോലും അതിൽ അക്ഷരങ്ങളുടെ വിന്യാസം വളരെ വളരെ പ്രധാനമാണ്. കൃത്യമായിട്ട് ഇങ്ങനെ താളം അടിച്ചടിച്ച് പാടുന്ന ഒരു താളമായിരിക്കില്ല, പകരം എന്താണ് ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ഗദ്യത്തിന് പോലുമുള്ള ഒരു ഋതം ഉണ്ടല്ലോ. മാത്രമല്ല ഈ അക്ഷരങ്ങളുടെ ചേരുവ, ഇതുപോലുള്ള സംഗതികൾ നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, കവിത എഴുതിയുള്ള ശീലം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഗതി നമ്മൾ ഓരോ വാചകം എഴുതുമ്പോൾ അതിങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് എന്താണ് തിരിച്ചെത്തുമെന്നുറപ്പില്ലാത്ത പുറപ്പാടായിരുന്നു അത്. ഒരു നോവൽ തുടങ്ങുന്നതാണ്, പക്ഷേ
അല്ലെങ്കിൽ നിലമ്പൂത്ത് മറന്നാളുള്ള നോവൽ തുടങ്ങുന്നതാണ്. പക്ഷേ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്ത പുറപ്പാടായിരുന്നു അത്. മടങ്ങി വരവിനെക്കുറിച്ച് ഞങ്ങളാരും തമ്മിൽ ആലോചിച്ചു പോലുമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ്, പറഞ്ഞുപോയ വേരുകൾ ഓർമ്മിച്ചാൽ പായലുകൾക്ക് ഒഴുകാനാവില്ല. പോയട്രിയാണ്. പറഞ്ഞുപോയ വേരുകൾ ഓർമ്മിച്ചാൽ പായലുകൾക്ക് ഒഴുകാനാവില്ല. പറന്നടിയുന്ന നേരത്തെ പേടിച്ചാൽ ചിതൽപ്പുറ്റിലെ കീടങ്ങൾക്ക് ചിറക് മുളയ്ക്കില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഭാഷ പോകുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിനൊരു ഋതവും ഒരു ലയമൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ് നോക്കിക്കൊണ്ട് വരുമ്പോൾ അത് നേരത്തെ പറഞ്ഞ ഈ മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം കൊണ്ടുവരുന്നൊരു സംഗതിയായിരിക്കും. മാത്രമല്ല നമ്മളിപ്പോൾ നോവലിൻ്റെ സ്ട്രക്ചറിൽ തന്നെ, ഇപ്പോൾ നിലമ്പൂത്ത് മറന്നാളുടെ ഒരു സ്ട്രക്ചറിൽ തന്നെ ഈ സിംഫണിയുടെ ഒക്കെ ഒരു ഘടന കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം ഈ സൊനാറ്റ അലീഗ്രോ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു ഫോം, ചെറിയൊരു പോർഷൻ. അതിനുശേഷം വളരെ വിസ്തരിച്ചുള്ള സെക്കൻഡ് മൂവ്മെൻറ്റ്, സിംഫണിയുടെ സെക്കൻഡ് മൂവ്മെൻറ്റ് വളരെ വിസ്തരിച്ചുള്ള ഒരു അതേസമയത്ത് സ്ലോ ടെമ്പോയിലുള്ള ഒരു സംഗതിയായിരിക്കും. ഏകദേശം അതുപോലെയാണ് അതിൻ്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ, അതായത് മുൻനിരയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ചാപ്റ്റർ. പിന്നീട് കാലം സ്പീഡ് കുറച്ചുകൂടെ മുറുകി വരും സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് വരുമ്പോഴേക്കും, ചിത്തിരയുടെ നറേഷൻ്റെ ഭാഗം വരുമ്പോഴേക്കും. മൂന്നാമത്തെ പാർട്ട് വളരെ ദ്രുതകാലത്തിൽ ഫാസ്റ്റ് ടെമ്പോയിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് വായിച്ച് തീരുന്നതിനകത്ത് തന്നെ ഈ പറഞ്ഞൊരു മ്യൂസിക്കൽ സ്ട്രക്ചർ അതിനകത്തുണ്ട്. മണൽപ്പാവയുടെ സംഭവിച്ചാൽ ഈ പോപ്പ് മ്യൂസിക്കിൻ്റെ ഇതാണ്, ഇങ്ങനെ അവിടെ അങ്ങനെ അങ്ങ് പോകുന്നതാണ്. അതേസമയത്ത് തന്നെ ഈ ഡ്രഗ്സിൻ്റെയും അങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ഈ ഒരുതരം മായികതയും ഒരുതരം വിർച്വൽ റിയാലിറ്റിയും റിയൽ എന്നോ വിർച്വൽ എന്നൊന്നും പറയാൻ പറ്റാത്ത, അത് ക്യാരക്ടേഴ്സെന്നോ റിയൽ മനുഷ്യരെന്നോ പോലും പറയാൻ പറ്റാത്ത അതിലിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിനകത്ത് ഒരാളെ പരിചയപ്പെടുമ്പോഴേക്കും ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട് ഇപ്പോൾ കഥാകൃത്താണ്, ജോൺ എന്ന് പറയുന്ന കഥാകൃത്ത് ഒരാളെ കാണുമ്പോൾ ചോദിക്കുക, നിങ്ങളുടെ വീട് മറ്റേ വൈപ്പിനിലാണോ? അതെ. നിങ്ങൾ നേരത്തെ കോഴിക്കോട് ഉണ്ടായിരുന്നില്ലേ, അന്ന് മറ്റേ ഇന്ന സമരത്തിൽ പങ്കെടുത്തല്ലേ? അതെ. ഇത് കേട്ടുകഴിയുമ്പോൾ ഇയാൾ പെട്ടെന്ന് പറയും, ഇതെൻ്റെ ക്യാരക്ടറാണ്, തൻ്റെ ക്യാരക്ടറാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അയാൾ ഇയാളുടെ പിടിയിൽ നിന്ന് കുതറിപ്പോകാൻ ശ്രമിക്കുന്ന ആളാണ്. ഇങ്ങനെ റിയൽ ലൈഫിലൊന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത നിരവധി സംഗതികൾ ഈ പോയറ്റിക് ഫിക്ഷൻ്റെ പാർട്ടായിട്ട് എന്ത് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ നോവൽ അവസാനം വരെ ഇത് നടന്നത് അത് ശരിക്കും സംഭവിച്ചതാണോ അതോ ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്ത റിയാലിറ്റി ആണോ, ഇങ്ങനെ ഒരു സംശയം ഏറ്റവും അവസാനം വരെ ഇങ്ങനെ അതൊരു നറേഷൻ്റെ ഒരു സ്റ്റൈലായിട്ട് തന്നെ ഈ പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു വളരെ ഫാസ്റ്റ് ടെമ്പോയിലുള്ളൊരു പോപ്പ് മ്യൂസിക്കിൽ ഇത്തരത്തിലുള്ള നിരവധി അതിൻ്റെ ഈ കണ്ടൻറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞ മണൽപ്പാവ നോവൽ പോലെയൊക്കെയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള കണ്ടൻ്റ് ആയിരിക്കും. കൃത്യമായിട്ടൊരു കൃത്യമായിട്ടൊരു മീനിങ്ങോ കൃത്യമായിട്ട് ഒരു അർത്ഥം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അത്തരത്തിലുള്ള വിശദീകരണമൊന്നും പറ്റാത്ത തരത്തിൽ. ഇപ്പോൾ ഹോട്ടൽ കാലിഫോർണിയ എന്നൊരു പാട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓൺ എ ഡാർക്ക് ഡെസേർട്ട് ഹൈവേ കൂൾ വിൻ മൈ ഹെയർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട്. ഒരു നിഗൂഢമായ ഒരു വഴിയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് ഈ തണുത്ത കാറ്റ് വന്ന് തട്ടുന്നു. വാം സ്മെൽ ഓഫ് കൊലീറ്റാസ് റൈസിങ് അപ്പ് ത്രൂ ദ എയർ. അപ്പ് ഹെഡ് ഇൻ ദ ഡിസ്റ്റൻസ് ഐ സോ എ ഷിമ്മറിംഗ് ലൈറ്റ്. മൈ ഹെഡ് ഗ്രൂ ഹെവി ആൻഡ് മൈ സൈറ്റ് ഗ്രൂ ഡിം. ഐ ഹാഡ് ടു സ്റ്റോപ്പ് ഫോർ ദ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. ഹോട്ടലിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ വെൽക്കം ടു ദ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോറസ് കേൾക്കുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും കാണുന്നത് ഇവൾ എന്ന് പറയുന്നത് പിന്നെ ഹോട്ടലിനെ കുറിച്ചാണോ അതോ അവിടെയുള്ള ആളിനെ കുറിച്ചാണോ അവിടുത്തെ ഹോസ്റ്റിനെ കുറിച്ചാണോ എന്ന് നമുക്ക് മനസ്സിലാകില്ല. അവൾ ഡാൻസ് ചെയ്യുന്നു. സം ഡാൻസ് ടു റിമെമ്പർ, സം ഡാൻസ് ടു ഫോർഗെറ്റ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഇങ്ങനൊരു പ്ലേഫുൾ സംഗതി. അപ്പോൾ സോ ഐ കോൾഡ് അപ്പ് മൈ ക്യാപ്റ്റൻ പ്ലീസ് ബ്രിങ് മീ മൈ വൈൻ. അപ്പോൾ അയാൾ പറയുന്നത് വി ഹാവൻ ഹാഡ് ദാറ്റ് സ്പിരിറ്റ് ഹിയർ സിൻസ് 1969. ഇങ്ങനെ പോവാണ്. അതായത് ഒരു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ച് ഒരു ചിരിയും വരും, ആ നിഗൂഢതയും ഇതെല്ലാം വരുമല്ലോ. അങ്ങനെ ഒരു രീതിയിലാണ് അതിൻ്റെ അവസാന ഭാഗം നോക്കാൻ വെച്ചാൽ ഗംഭീര സംഭവമാണ്. മിറേഴ്സ് ഓൺ ദ സീലിംഗ്, പിങ്ക് ഷാമ്പൈൻ ഓൺ ഐസ്, വി ആർ ഓൾ ജസ്റ്റ് പ്രിസണേഴ്സ് ഹിയർ ഓഫ് അവർ ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇൻ ദ മാസ്റ്റേഴ്സ് ചേംബേഴ്സ് ദേ ഗാതേർഡ് ഫോർ ദ ഫീസ്റ്റ്, they stab it with their steely knives but they just can't kill the beast എന്ന് പറഞ്ഞിട്ട് ഒരു അക്രമ കാഴ്ച കാണുക. അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ലാസ്റ്റ് തിങ് ഐ റിമെമ്പർ ഐ വാസ് റണ്ണിങ് ഫോർ ദ ഡോർ, ഐ ഹാഡ് ടു ഫൈൻഡ് ദ പാസേജ് ബാക്ക് ടു ദ പ്ലേസ് ഐ വാസ് ബിഫോർ. അപ്പോഴാണ് റിലാക്സ് സെഡ് ദ നൈറ്റ് മാൻ, വി ആർ പ്രോഗ്രാം ടു റിസീവ്, യു ക്യാൻ ചെക്ക് ഔട്ട് എനി ടൈം യു ലൈക്ക് ബട്ട് യു ക്യാൻ നെവർ ലീവ്. എന്തൊരു വരിയാണ്, ഞെട്ടിപ്പോയി ഞാനത് ആ പാട്ട് ആദ്യം കേട്ടപ്പോൾ. ഞാൻ പറയും ഇങ്ങനെയൊക്കെയുള്ള
മ്യൂസിക്കിൽ തന്നെയുള്ള ഇത്രയേറെ സാധ്യതകളുണ്ട്, നറേഷൻ്റെയും ഒക്കെയുള്ള ഞാൻ ആ ഒരു ഏരിയ നമ്മൾ മലയാളികളെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരു എന്തെങ്കിലും വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പാട്ടുകളോ ഒന്നും കേട്ടുള്ളൊരു ശീലമോ ഒന്നും അധികമില്ല. നേരെ മറിച്ച് 70s ഉണ്ടായിരുന്നു. 70കളിൽ ഈ പറഞ്ഞ ഹോട്ടൽ കാലിഫോർണിയൊക്കെ കേരളത്തിൽ ഹിറ്റായിരുന്നു. അതുപോലെ ക്യൂൻ എന്ന് പറയുന്ന സംഘത്തിൻ്റെ, ഇത് ഈഗിൾസിൻ്റെയാണ് ഹോട്ടൽ കാലിഫോർണിയ. ക്യൂൻ എന്ന് പറയുന്ന സംഘത്തിന് ഫ്രെഡി മെർക്കുറി അവരുടെ ബൊഹീമിയൻ റാപ്സഡി, അല്ലെങ്കിൽ മറ്റേ ബീറ്റിൽസിൻ്റെ പാട്ടുകൾ, അക്വ, അങ്ങനെയുള്ള മ്യൂസിക് ബാൻഡുകളൊക്കെ കേരളത്തിൽ പരിചയമുണ്ടായിരുന്നു. ഞാനും ചെറുപ്പത്തിൽ കേൾക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ പഠിച്ച സ്കൂള് കോട്ടയം ടൗണിൽ തന്നെയുള്ള സ്കൂളാണ്. നമ്മുടെ കൂട്ടുകാർ പോപ്പ് മ്യൂസിക് കേൾക്കുന്നവരുണ്ട്. അന്ന് അതുകൊണ്ട് തന്നെ ഈ പോപ്പ് മ്യൂസിക്കും ക്രിക്കറ്റ് കമൻട്രിയും അന്നത്തെ പിള്ളേരുടെ ഒരു സംഗതി ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ നമുക്ക് പരിചയമുണ്ട്. നമ്മളൊരു വേറെ തരത്തിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കഥകളി, മറ്റ് കലകൾ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ, ട്രഡീഷണൽ ആർട്ട് ഫോംസുമായിട്ടാണ് ബന്ധം. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കലകളും ഇത്തരത്തിലുള്ള കളികളും ഒക്കെ ആയിട്ടാണ് ബന്ധം. അങ്ങനെ ഒരു ലൈഫേ. പിന്നീട് നമുക്ക് ഈ പാട്ടുകളെല്ലാം ധാരാളം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ധാരാളം സിനിമകൾ നമ്മൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണും. ഇപ്പോൾ പലതരത്തിലുള്ള ഫിലിം ഫെസ്റ്റിവലുകൾ, അങ്ങനെ ഈ കലകളുടെ ലോകത്ത് മാത്രം ഇങ്ങനെ ജീവിക്കുമ്പോഴേക്കും കിട്ടുന്ന കുറേയേറെ സൗഭാഗ്യങ്ങളുണ്ട്. കാരണം അക്കാലത്ത് മറ്റ് പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടേ ഇല്ലാത്ത പല പല കാര്യങ്ങൾ നമ്മൾ ഈ പ്രത്യേകിച്ച് പാട്ടുകൾ, ഇത്തരത്തിലുള്ള ഈ പാട്ടുകൾ എനിക്കിതെല്ലാം കാണാപ്പാടാണ്. അല്ലാണ്ടൊരു നമ്മളായിട്ട് എന്താണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് കാണാതെ പഠിച്ച് പറയുക, അങ്ങനെയല്ല. പകരം ഇപ്പോൾ ഐ വൺസ് ഹാഡ് എ ഗേൾ ഓർ ഷുഡ് ഐ സേ ഷീ വൺസ് ഹാഡ് മീ, ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഷീ ഷോഡ് മീ ഹെർ റൂം എന്ന് പറഞ്ഞിട്ട് പാട്ടിൻ്റെ മുഴുവൻ ലിറിക്സ് തന്നെ കാണാൻ പഠിക്കാനായിട്ട് വെച്ചിട്ട് ചെയ്യുന്നതല്ല. പകരം കേട്ടുള്ള ശീലം കൊണ്ട് വരുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു മൂഡുണ്ട്. ഇത് കേൾക്കുകയും ഇത് ചെയ്യുന്നവരുടെ മാത്രമല്ല പതിവ് രീതിയിലുള്ള പാട്ടുകളുടെ ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല ഇതുപോലെയുള്ള പാട്ടുകളിലുള്ളത്. അതിങ്ങനെ ഈ പറഞ്ഞ ഇപ്പം നമ്മളിപ്പോൾ പിൽക്കാലത്ത് നമ്മൾ വേടൻ്റെ സംഗീതമൊക്കെ വന്ന് ഇപ്പം മലയാളിക്ക് കുറേ കൂടി പരിചിതമായ ആ ഒരു ലോകം നമുക്ക് എന്താണ് ചെറുപ്പം മുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പാട്ടുകാരെക്കുറിച്ചാണ് ഞാൻ എഴുതിയത്. മൈക്കൽ ജാക്സണെക്കുറിച്ച്, മഡോണയെക്കുറിച്ച്, ബോബ് മാർലിയെക്കുറിച്ച്, മാർഷൽ ഖലീഫ, MIA, ഇങ്ങനെ ധാരാളം പാട്ടുകാരെക്കുറിച്ചും, പിന്നെ അമേരിക്ക, ലാറ്റിൻ അമേരിക്ക, അറേബ്യൻ നാടുകൾ, പ്രത്യേകിച്ച് ലെബനൻ, അറേബ്യൻ നാടുകൾ, ശ്രീലങ്ക, ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിൽ പോപ്പ് സംഗീതം എങ്ങനെ വികസിച്ച് വന്നു. ഇത് നമ്മളുടെ കലർപ്പുകളും നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ വലിയ പല എന്താ പറയണ്ടത്, നമ്മളെ അമ്പരപ്പിക്കുന്ന പല പല സ്ഥലത്തേക്കായിരിക്കും ചെന്ന് വിടുക. ആഫ്രിക്കൻ വേരുകൾ വരെയുണ്ട് ഈ ശ്രീലങ്കൻ മ്യൂസിക്കിൽ. അങ്ങനെയുള്ള ബൈല ഗാനങ്ങൾ എന്ന് പറയുന്ന സംഭവം, സുരാങ്കിനി എന്നൊരു പാട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഈ ബൈലാഗാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു കൾച്ചർ. അവിടെ നിന്നാണ് പിന്നീട് ഇവർ വരുന്നത്. MIA പോലൊരു പാട്ടുകാർ, മാതങ്കി മായ അരുൾപ്രകാശം, AR റഹ്മാൻ്റെ സിനിമകൾക്ക് കുറേ പാട്ടുകൾ പാടിയിട്ടുള്ള, അതേ സമയത്ത് തന്നെ വല്ലാത്ത വിധ്വംസക സംഗീതം സ്വന്തം ആൽബങ്ങളിലൂടെ ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനെ നിരവധി പാട്ടുകാർ വാസ്തവത്തിൽ ഈ പോപ്പ് മ്യൂസിക്കിൽ, വെസ്റ്റേൺ പോപ്പിൽ അതാണെങ്കിൽ പാട്ടുകാരല്ല പ്രധാനം, അവർ ഗിറ്റാറിസ്റ്റുകളാണ് പ്രധാനം. ഗിറ്റാർ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ പാടുന്നു മാത്രമേ ഉള്ളൂ. പാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ വോക്കൽ കൾച്ചറിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടേ നമുക്ക് പാട്ടുകാരെന്ന് പറയുമ്പോൾ ഓരോ ആളുടെയും വോയിസ് തിരിച്ചറിയുക, അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനാണല്ലോ പ്രാധാന്യം. ഞാൻ പറഞ്ഞത് അതിനൊന്നും വലിയ കാര്യമില്ലെന്നാണ്. അതിൻ്റെ പേരിലാണ് ഒരു തവണ സൈബർ അറ്റാക്ക് ഉണ്ടായത്. യേശുദാസിനെ കുറിച്ച് പറഞ്ഞ ഒരു കമന്റിന്റെ വിമർശിച്ചുകൂടാ എന്നുള്ള രീതിയിൽ. അതെ, യേശുദാസിനെ കുറിച്ച് ഞാൻ ഒന്നാമത്തെ കാര്യം, സൗണ്ടിന് ഇങ്ങനെ ഒരു മാതൃക കൽപ്പിക്കുന്നതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല. സൗണ്ടിന് ഇന്നതാണ് മലയാളി ശബ്ദം, അങ്ങനെയല്ലോ മ്യൂസിക്കിലെ എന്ന് വെച്ചാൽ ഒരാളുടെ സൗണ്ടിന് സാധ്യമാകുന്ന സംഗതികൾ, അതിൻ്റെ റേഞ്ച്, ഇതുപോലുള്ള സംഗതി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ ശബ്ദത്തിൻ്റെ ഒരിത്. അതിന് എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്ന സംഗതി പാടാൻ പറ്റണം, ഉദ്ദേശിക്കുന്ന സംഗതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, അതിന് കൃത്യമായിട്ട് ഇന്നൊരു മാതൃക വേണമെന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം ശരിക്കറിയില്ല, യേശുദാസിനുള്ള വിരോധമല്ല, പകരം അതോടുകൂടി KP ഉദയഭാനു അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ഗായകരൊക്കെ ഇതാണ്, പിന്നെ CO ആൻഡോ, ഇങ്ങനെ ഡിഫറൻറ്റ് ശബ്ദമുള്ള ആൾക്കാരൊക്കെ പിന്നീട് തമാശപ്പാട്ടുകാരായിട്ട് മാറുകയാണ്. മലയാളത്തിലെ വലിയൊരു സംഗീതജ്ഞനായ മെഹബൂബ് 50കളിലും 60കളിലും ഈ ഫ്രീ മ്യൂസിക്, സ്വതന്ത്ര സംഗീതം എന്നുള്ള രീതിയിൽ അത്രയേറെ പാട്ടുകൾ പാടിയിട്ടുള്ള മെഹബൂബ്, മട്ടാഞ്ചേരിയിൽ അത്രയും വലിയൊരു മ്യൂസിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മെഹബൂബ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവിടെ തന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവരെപ്പോലുള്ള ആളുകളൊക്കെ 50കളിലും 60കളിലും വളരെ കുറച്ച് പാട്ടുകൾ മാത്രം പാടി എന്ത് ചെയ്യുകയാണ്, നിഷ്ക്രമിക്കുകയാണ്. കാരണം ഇതാണ്, അവരോട് ആരോടുള്ള വിരോധമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പകരം ഒരു ഐക്കൺ,
ഐക്കൺ ആയിട്ട് ഒരാൾ പ്ലേസ് ചെയ്യപ്പെടുന്നു. ആ ശബ്ദത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ നമ്മൾ ബാക്കി ആരുടെയും ശബ്ദത്തെ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നതോടുകൂടി ഈ മറ്റുള്ള ശബ്ദങ്ങളൊക്കെ അതർ ആയിട്ട് മാറുകയാണ്. ഒരു മാതൃകാ ശബ്ദം മാത്രം ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മറ്റിടത്ത് ഇത് ഈ പറഞ്ഞ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കിലോ മറ്റേ അങ്ങനെയൊന്നും ഇതുപോലുള്ള ഒരു സംഗതിയില്ല. പകരം ജനകീയമാണെന്ന് പറയാം. അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ജനകീയമാണ്. നമ്മളിങ്ങനെ വളരെ വിശുദ്ധമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഇപ്പോൾ മലയാളത്തിലുള്ള സംഗീത നിരൂപണങ്ങൾ വായിച്ചാൽ ചിരി വരും. ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ധ്യാനിച്ച് വേറെ നോവലോ കവിതയൊക്കെ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ധ്യാനവും ഒക്കെ ആവശ്യമാണ്. എന്നിട്ട് നേരെ എന്താണ് ഇതിലൂടെ ഇപ്പം ഈ കട്ടയിൽ അമർന്നുകൂടി സ്വർഗീയ സംഗീതം ഇങ്ങനെ ഒഴിച്ചു വരുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ മലയാളത്തിലെ സംഗീത നിരൂപണേ. അത് കാണുമ്പോൾ എനിക്ക് ചിരിയാ വരിക. അതുകൊണ്ടൊക്കെയാണ് വാസ്തവത്തിൽ അത് എഴുതുകയും ചെയ്തത്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2007 കാലത്ത് ഇങ്ങനെയുള്ള നിരൂപണങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് എന്തൊരു കഷ്ടമാണ്. സംഗീതം തന്നെ എത്രയോ സാധ്യതയുള്ള സംഭവമാണ്. ലോകത്ത് ഇത്രയേറെ സ്ഥലങ്ങളിൽ ഇത്രയേറെ പലതരത്തിലുള്ള മ്യൂസിക് ഫോംസ് ഉണ്ട്, പലതരത്തിലുള്ള രാജ്യങ്ങൾ. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ മറ്റു പല നാടുകളിലും ഏറ്റവും ആദ്യം അത് മ്യൂസിക്കിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. സാർ, ഈ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കണം. ഈ ചരിത്രത്തെ വളരെ സീരിയസ് ആയി സമീപിക്കുന്ന, ചരിത്രത്തെ കുറച്ചെങ്കിലും ഗൗരവകരമായിട്ട് തന്നെ ചരിത്രത്തെ പ്രതിപാദിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ആ രീതിയിൽ എഴുതുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണല്ലോ. ഈ ചരിത്രത്തെ ഈ രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് സത്യാനന്തര കാലത്ത് ചരിത്രത്തിൻ്റെ അപനിർമ്മിതികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പലപ്പോഴും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ചരിത്രം മോഡിഫൈ ചെയ്യപ്പെടുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ചരിത്രം വളച്ചൊടിക്കാൻ ഭരണാധികാരികൾ തന്നെ പറയാൻ ശ്രമിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ചരിത്രത്തോട് എങ്ങനെയാണ് സത്യസന്ധത പുലർത്തുന്നത്? ആ ശ്രമം എങ്ങനെയാണ് നമ്മുടെ? തീർച്ചയായിട്ടും ഇതാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചരിത്രത്തെ ഡിസ്റ്റോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പൊളിറ്റിക്കൽ താല്പര്യത്തിനനുസരിച്ച് മാത്രം ചരിത്രം നിർമ്മിക്കുകയാണ്. ആ ചരിത്രം നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല, അത് പാഠപുസ്തകങ്ങളിലൂടെ ഇങ്ങനെ അതാണ് ചരിത്രം എന്നുള്ള രീതിയിൽ ഈ നിർമ്മിച്ചെടുത്ത ഒരു വ്യാജ നിർമ്മിതി നമുക്ക് പറയേണ്ടി വരുന്ന തരത്തിലുള്ള ചരിത്രമാണ് അത്. അതിൻ്റെ മിത്തിനെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. മിത്തുകൾ എന്താണ്, ഹിസ്റ്ററി എന്താണ്, ഹിസ്റ്ററിയുടെ റൈറ്റിംഗ് മെത്തേഡ്സ് എന്താണ്, അതിൽ നിന്ന് ഫാക്ട്സ് എന്ന് പറഞ്ഞൊരു സംഗതി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ആ രീതിയിൽ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്, ആർക്കിയോളജിയുടെ അതിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആർക്കിയോളജി വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്, ഇതൊന്നും നോക്കാതെ ഈ അവരവരുടെ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിനനുസരിച്ച് ഒരു പുതിയ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ നോവലുകളിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ 8-ാം നൂറ്റാണ്ടും 12-ാം നൂറ്റാണ്ട് രണ്ട് കാലത്തെ എടുത്ത് നോവല് എഴുതുന്ന സമയത്ത് 8-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 8-ാം നൂറ്റാണ്ടിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആരുടേതാണ്? ശങ്കരാചാര്യരുടേതാണ്. ശങ്കരാചാര്യ നോവലില്ല. കാരണം വെച്ചാൽ അതല്ല പറയാൻ ശ്രമിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ജീവിച്ച വേട്ടോ സമുദായത്തിൽപ്പെട്ട അക്കാലത്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ദൃശ്യത പോലുമില്ല. നമുക്കൊരു പുസ്തകത്തിൽ നിന്നും കിട്ടില്ല അന്നത്തെ വേട്ടൂർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ വേട്ടൂരെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞത്, നമ്മൾ നോവലിൽ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്തരത്തിൽ അദൃശ്യമായി പോയ പലതരത്തിലുള്ള ജീവിതങ്ങളെ നമുക്ക് ആ ഒരു കാലത്തെ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരെങ്ങനെയാണ് ജീവിച്ചതെന്ന് പറയാൻ പറ്റും. ഹിസ്റ്ററിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് ഇൻഫർമേഷൻ മാത്രമാണ്. ആ കാലത്തെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കാൻ നിവൃത്തിയില്ല. ജനങ്ങളുടെ ജീവിതം, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള സംഘർഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരിക്കലും ഹിസ്റ്ററി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു പാരലൽ ഹിസ്റ്ററി, ഒരു ഇമോഷണൽ ഹിസ്റ്ററി, ഒരു കൾച്ചറൽ ഹിസ്റ്ററി ഉണ്ടാവുകയാണ്. വാസ്തവത്തിൽ ഹിസ്റ്ററി ചെയ്യുന്നതും ഈ ഫാക്ട്സിനെ വെച്ചിട്ട് ഒരു നറേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഫാക്ട്സ് എന്ന് വെച്ചാൽ ഈ തെളിവുകൾ വെച്ചിട്ട് അതാത് കാലത്തുള്ള ഇപ്പോൾ തെളിവുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ആർക്കിയോളജിക്കൽ എവിഡൻസ്, ആർക്കൈവൽ എവിഡൻസ് പോലെയുള്ള സംഗതികൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തായിട്ട് മാത്രമേ ലിറ്റററി എവിഡൻസ് വരുന്നുള്ളൂ. അതിൽ ഇവരെ സംബന്ധിച്ച് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു നറേഷൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ നറേഷനിൽ മിസ് ചെയ്തു പോകാവുന്ന ധാരാളം കാര്യങ്ങൾ കാണും. ഒരു രേഖകൾ മാത്രം വെച്ചിട്ട് ചരിത്രം എഴുതാനിരിക്കുമ്പോഴേക്കും അതിനകത്ത് വലിയ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കുറേ രേഖകൾ കിട്ടുകയാണ്. 18-ാം നൂറ്റാണ്ടിലെ കുറേ രേഖകൾ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുകയാണ്. ഈ കിട്ടിയ രേഖകൾക്കകത്തുള്ളത് വാസ്തവത്തിൽ എന്താണ്? ഈ ക്ഷേത്രത്തിലെ ഉടമസ്ഥരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായുള്ള വളരെ കുറച്ച് ആൾക്കാർ തമ്മിലുള്ള വിനിമയങ്ങളും മറ്റും മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതേസമയത്ത് ആ നാടിൻ്റെ കൾച്ചറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് നേരിട്ട്
0.001% മാത്രം ബന്ധമുള്ളൊരു സംഗതിയാണ്. ബാക്കി മുഴുവൻ പുറത്താണ്. നമ്മൾ അത് അങ്ങനെയുള്ള ആ ഒരു ലൈഫിനെ എന്ത് ചെയ്യുന്നില്ല, ഈ രേഖകൾ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഞാനത് പറയാൻ കാര്യം ഇപ്പോൾ 8-ാം നൂറ്റാണ്ട് ഒരു 12-ാം നൂറ്റാണ്ടൊക്കെ കിട്ടുന്ന രേഖകൾ മുഴുവൻ ക്ഷേത്രരേഖകളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്ററി എഴുതുന്നത്. അപ്പോൾ ആ ഹിസ്റ്ററി കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്, ഒരു ക്ഷേത്ര കേന്ദ്രിത സംസ്കാരത്തിൻ്റെ ഒരു സംഗതിയാണ് കേരളത്തിലുണ്ടായിരുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ഈ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിവിടെ പണ്ട് തൊട്ടേ അറബികൾ കേരളത്തിൽ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ കോറാമണ്ഡലം പ്രദേശത്ത് അറബികളുടെ വലിയ പ്രസൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ ഇസ്ലാം മതം വരുമ്പോൾ തന്നെ ഏകദേശം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രദേശത്തേക്ക് അതിൻ്റെ വ്യാപനം സംഭവിക്കുന്നുണ്ട്. ക്രിസ്തു മതത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു വ്യാപനം സംഭവിക്കുന്നുണ്ട്. AD 52 എന്ന് പറയുന്നത് ശരിയായാലും തെറ്റായാലും ഞാനിപ്പോൾ അതൊന്നും സ്ഥാപിക്കുക, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. എന്നാൽ വിശ്വാസം അനുസരിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്ന സംഗതികളുണ്ട്. എന്തായാലും എന്താണ്, ഈ നേരത്തെ തൊട്ടേയുള്ളൊരു അത്തരത്തിലുള്ള മതങ്ങളുടെ പ്രസൻസ്, ജൂത സമുദായത്തിൻ്റെ പ്രസൻസ് വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല സമൂഹങ്ങളുടെയും ഒക്കെ ചരിത്രം ചേരുന്നതാണ് കേരളം. പക്ഷെ നമ്മൾ ഈ രേഖകളിലൂടെ നമുക്ക് പരിചയപ്പെടുന്ന കേരളത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. പകരം അത് വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു എന്താ പറയണ്ടേ, നമ്മൾ ഇന്നറിയുന്ന കേരളത്തിൻ്റെ ഒരു ഇപ്പം നമ്മളിപ്പോൾ സവർണാധിപത്യം അല്ലെങ്കിൽ ബ്രാഹ്മണാധിപത്യം എന്നോ ക്ഷേത്രാധിപത്യം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ ആധിപത്യം, നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, കേരളത്തെ 32 ബ്രാഹ്മണ ഗ്രാമങ്ങളായിട്ട് തിരിക്കുന്നു. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞത് അത് ബ്രാഹ്മണരുടെ മാത്രം ഹിസ്റ്ററിയാണത്. അവരാണതിനെ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗ്രാമത്തെ ബ്രാഹ്മണ ഗ്രാമം എന്ന രീതി മനസ്സിലാക്കുന്നത് ബ്രാഹ്മണരാണ്, അല്ല വേറെ ആരും അതിനെ ആ രീതി കണക്കാക്കുന്നില്ല അന്നത്. പക്ഷെ നമുക്കിത് കിട്ടുന്ന എവിഡൻസ് എന്താണ്, ഈ ഗ്രാമങ്ങളുടേതാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കാലത്ത് ഇങ്ങനെ തിരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് മനസ്സിലായി. അത്തരത്തിലൊരു ഹിസ്റ്ററിയാണ് നേരത്തെ പറഞ്ഞ ഭരണാധികാരികളുടെ ഭാഗമായിട്ടല്ലെങ്കിൽ പോലും അക്കാഡമിക് ഹിസ്റ്റോറിയൻസ് പോലും പലപ്പോഴും ചെന്നുപെടുന്ന ഇത്തരത്തിലുള്ള സംഗതികളിലായിരിക്കും. അടുത്തിടയ്ക്ക് അതിനൊക്കെ ഇപ്പോൾ ഷിബി അങ്ങനെയൊക്കെയുള്ള പുതിയ ചരിത്ര രചനാരംഗത്ത് ഏർപ്പെടുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവർ അതുപോലുള്ള ഈ നറേഷൻസിനെ വേറൊരു തരത്തിൽ സംശയിക്കുന്നുമുണ്ട്. മറ്റൊരു കാര്യം, രസകരമായ കാര്യം, അങ്ങയുടെ വീട്ടിൽ വലിയ ഒരു ലൈബ്രറി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ ബുക്ക് കളക്ഷൻ ഉള്ള ഒരാളാണ് അങ്ങനെയുള്ളത്. അത് ഇപ്പോഴും ആ ക്രൈസ് കൊണ്ടു നടക്കുന്നുണ്ടോ? ഇപ്പോഴും ആ ലൈബ്രറി വലുതായിക്കൊണ്ടിരിക്കുക തന്നെയല്ലേ? അതെ. ഇപ്പോഴും പ്രശ്നം വെച്ചാൽ ലൈബ്രറി കവിഞ്ഞു പോയി, പുറത്തേക്ക് കവിഞ്ഞു. അതുകൊണ്ട് വായിക്കാൻ ഈ തിരക്കിനിടയിൽ സമയം കണ്ടെത്താൻ ആവുന്നുണ്ടോ? ഈ തിരക്കുകൾക്കിടയിൽ വായിക്കാനുള്ള സമയം കണ്ടെത്താൻ എങ്ങനെയായാലും ഈ വാങ്ങിച്ചു വയ്ക്കുന്ന പുസ്തകങ്ങൾ എന്തായാലും വായിക്കും. കാരണം വെച്ചാൽ അത്രയേറെ ആഗ്രഹിച്ചാണ് അത് വായിക്കുന്നത്. കാരണം ഇതും കൂടി ഉണ്ട്, ഈ ഓരോ സമയത്തും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയത്തിലും പുതിയ പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നമുക്ക് താല്പര്യമുള്ള പല പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഏത് പുസ്തകം വന്നാലും അത് അപ്പോൾ തന്നെ കളക്ട് ചെയ്യും. അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും. ഇപ്പോൾ അറിയാലോ, ഈ 2024-25 കാലം വരെ ഇപ്പോൾ ഫിലോസഫിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ ബ്രയാൻ മസൂമിയെ പോലെയൊക്കെയുള്ള ഫിലോസഫേഴ്സിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ മറ്റേ തിയറിയുടെ കാര്യത്തിലാണെങ്കിൽ മറ്റേ കരൺ ഭാരതിനെ പോലെയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന സൈദ്ധാന്തികരുടെയും ഒക്കെ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു കളക്ഷനായിട്ട് തന്നെ ഉണ്ട്. വലിയ ലൈബ്രറി ആയിട്ട് തന്നെ. ഫിലോസഫിയുടെ, വെസ്റ്റേൺ ഫിലോസഫിയുടെ ആണെങ്കിൽ തന്നെ ഈ സോക്രട്ടീസിന് മുമ്പുള്ള ഫിലോസഫേഴ്സ് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരുടെ ഒറിജിനൽ വർക്കുകൾ, പ്രധാനപ്പെട്ട എല്ലാവരുടെ ഒറിജിനൽ വർക്കുകളുണ്ട് അതിൻ്റെ എല്ലാം. പിന്നെ അത് വായിച്ചാൽ അതിലേക്ക് കടക്കാൻ വേണ്ട ഇത് നമ്മൾ പണ്ട് പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമല്ലോ, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ഇതിലേക്ക് കടക്കാനൊക്കെയാണ് വളരെ ഈസിയാണ്. പക്ഷേ അത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുത്തിലും എന്താണ്, ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വെസ്റ്റേൺ ഇപ്പോൾ കൾച്ചറൽ പൊളിറ്റിക്കൽ സിദ്ധാന്തങ്ങൾ നമ്മളെല്ലാവരും പഠിക്കുന്നതാണ്. ഇപ്പോൾ PGക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ജേർണലിസം, അല്ലെങ്കിൽ ഇതുപോലുള്ള എല്ലാ ഇതിലും ഇപ്പോൾ ദെറിദാന്നോ ഫൂക്കോന്നോ അല്ലെങ്കിൽ ഡെലൂസെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത്രയേറെ പരിചിതരായ ആളുകളാണ്. ഇവരുടെയൊക്കെ സിദ്ധാന്തങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി അറിഞ്ഞാലേ പറ്റുള്ളൂ. വാസ്തവത്തിൽ വെസ്റ്റേൺ ഫിലോസഫിയിലെ കൺസെപ്റ്റുകളാണ് ഒന്നുകിൽ അതിനെ വേറൊരു തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. ആ പശ്ചാത്തലം ഒന്നും പരിചയമില്ലാതെ ഇത് മാത്രമായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഓരോ ട്രെൻഡായിട്ട് മാത്രം തോന്നും. അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ഈ സംഗതികൾ മനസ്സിലാക്കപ്പെടുന്നത്. അതാണൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. പകരം ഈ ഇത്തരത്തിലുള്ള ധാരണകളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ലൈബ്രറി നമ്മളെ സഹായിക്കും. അതാണ് ഇതിനൊക്കെ അപ്പുറം ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരെന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറം അങ്ങ് ഒരു ചെണ്ടയുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് കുറച്ച് താല്പര്യമുള്ള ഒരു കലാകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു കലാകുടുംബത്തിൽ പറഞ്ഞതിൻ്റെ ഒരു വാസന കൂടെ ആവണം അല്ലേ? ചെണ്ടയിൽ എങ്ങനെയാണ് അങ്ങ്? അതെൻ്റെ അച്ഛൻ കഥകളി ചെണ്ട കലാകാരനാണ്. കഥകളി ചെണ്ടയും പിന്നെ
തായമ്പകി, ഇത് രണ്ടുമാണ് അച്ഛൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ അത് പഠിപ്പിച്ചു. എൻ്റെ മുത്തശ്ശൻ അച്ഛൻ്റെ അച്ഛൻ കഥകളി വേഷക്കാരനാണ്, നടനാണ്, ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം ഇല്ല. ഏതായാലും അങ്ങനെ ചെറുപ്പത്തിലേ അപ്പോൾ എനിക്ക് കഥകളി വേഷം പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അന്ന് അത് പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നില്ല. കാരണം മുത്തശ്ശൻ അങ്ങനെ ആ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റ് വേറെ ചില സ്ഥലങ്ങളിൽ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ചെണ്ട പഠിക്കാം എന്ന് വെച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ചെണ്ട പഠിക്കുക. അത് ചെറുപ്പം പോലെ തന്നെ പഠിച്ചതാണ്. അത് ഉണ്ടായതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ബേസിക്കായിട്ടുള്ള താളങ്ങൾ എന്താണ്, എങ്ങനെയാണത് പ്രയോഗിക്കുന്നത്, അതിൻ്റെ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. കൊട്ടുന്ന എല്ലാ സംഗതിയും നമ്മൾ എന്ത് ചെയ്യണം, എത്ര കോംപ്ലിക്കേറ്റഡ് താളത്തിലാണെങ്കിലും അത് താളം പിടിച്ച് പറഞ്ഞ് കേൾപ്പിക്കണം. അപ്പം അങ്ങനെ ഒക്കെ മറ്റേ എന്താണ് അത്യപൂർവമായിട്ടുള്ള സംഗതികൾ പോലും എന്ത് ചെയ്യാം, നമുക്ക് ഈ രീതിയിൽ താളം പിടിച്ച് എന്താണ് പറഞ്ഞ് മനസ്സിൽ അടിച്ചുറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുക. കൊട്ടാൻ പോയാലും ഇല്ലെങ്കിൽ പോലും നമ്മളെന്താണ് ആ രീതിയിൽ പഠിച്ചുറപ്പിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ടൊരു ഗുണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ മറ്റ് പല താളങ്ങളിലേക്കും സംഗീതത്തിലേക്കും ഒക്കെ ചെല്ലാനുള്ളൊരു ബേസിക് സംഗതി നമുക്ക് തന്നെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കിൽ ഇപ്പോൾ 4/4 എന്നൊരു കണക്ക് ഋതം ആണല്ലോ. വെസ്റ്റേൺ 4/4 എന്ന് പറയുന്നത് തക്കത്തിമി 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 പോകുന്നത് തന്നെയാണ്. ഇത് തന്നെയാണല്ലോ ഈ നമ്മൾ ചതുസ്ര നട എന്ന് പറയുന്നതും അതിനെ തന്നെയാണ്. 3/4 എന്ന് പറയുന്ന സാധനമാണ് ത്രസ്ര നട എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറും അങ്ങനെയുള്ള സംഗതികളും മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള സംഗതികളുടെയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അതല്ല ഇത് എന്ന് മനസ്സിലാക്കാമല്ലോ. അതാണിതെന്ന് പറയുന്ന പോലെ അതല്ല ഇതെന്ന് മനസ്സിലാക്കാമല്ലോ. ആ രീതിയിൽ നമ്മൾ ഓരോ കലയിലെയും സങ്കേതങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ഇതിൻ്റെ ബേസ് ഇവിടെ ഇങ്ങനെ പല പല രീതിയിൽ അതിങ്ങനെ കിടക്കുന്നുണ്ട്. അതാണ് ആ ചെണ്ട പഠിച്ചുകൊണ്ടുള്ളൊരു ഗുണമായിട്ട് എപ്പോഴും തോന്നുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് എനിക്ക് സമർപ്പിക്കാൻ തോന്നുന്നു. ഇനിയുള്ള ഭാവി നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിനെ കുറിച്ച് പറയാമോ? പുതിയ പുസ്തകം ഞങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാമോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഒരു നോവൽ അത് ഇപ്പോൾ ഒരു 4 ചാപ്റ്ററുകളായി. അത് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സംതൃപ്തിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ 2024 അതായത് 2015 തുടങ്ങി 2024 ആ ട്രിലജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം BC 2-ാം നൂറ്റാണ്ട് തൊട്ട് 21-ാം നൂറ്റാണ്ടിൽ 2020-കൾ വരെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ അറിയാമല്ലോ, ആ രീതിയിലത് പൂർത്തിയാക്കാൻ പറ്റിയെന്നുള്ളതാണ് വലിയൊരു സന്തോഷം. പിന്നെ ഈ പറഞ്ഞ ഈ നിലമ്പൂത്ത് മറന്നാൾ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ സമയത്ത് അത് തമിഴിൽ നന്നായിട്ട്, തമിഴിൽ വലിയ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ കിട്ടിയ ഒരു പുസ്തകം. അതെ, തമിഴിലാണ് സത്യം പറഞ്ഞാൽ വളരെ. ഇപ്പോൾ ഈ ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേഷൻ വരാനും ഒരു കാരണം തമിഴിലാണ് നോവൽ ആ രീതി വന്നതാണ്. ഈ ബ്ലൂംസ്ബറി പബ്ലിഷേഴ്സിൻ്റെ എഡിറ്റേഴ്സ് അത് വായിച്ചിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ തമിഴിൽ അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് വേറൊരു ലെവലെന്ന് വേണം പറയാം. എഴുത്തുകാർക്കെല്ലാം പരിചിതമാണ് തമിഴിൽ ഈ വർക്കേ. തമിഴിലെ ഒട്ടുമിക്ക പ്രമുഖ എഴുത്തുകാരും അതേ പറ്റിയുള്ള കമൻറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നൊക്കെ പിന്നീട് കണ്ടിരുന്നു. അതെ, അവരോരുത്തർ വീഡിയോ വരെ എടുക്കുകയാണ്. ഭക്തവത്സലം പൊന്നീലൻ, ആ മാധവൻ, പിന്നെ ഞാൻ പറയാം ജോഡി ക്രൂസ് കോട്ടയത്ത് വന്ന കാണാനായിട്ട് മാത്രം ഈ പുസ്തകം വായിച്ചിട്ട്. അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ കേട്ട് നമുക്ക് തന്നെ പറയുമ്പോൾ പറയാൻ ബുദ്ധിമുട്ട്. ആ രീതിയിലുള്ള പ്രശംസയാണ് അദ്ദേഹം. ഈ നോവൽ വായിക്കാനാണ് അദ്ദേഹം ജനിച്ചതെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അവരുടെ അത്രയും സത്യസന്ധമായ, എന്നുവെച്ചാൽ അത്രയേറെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇത്. പുതിയ പുസ്തകം നമ്മൾ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലത്തിൽ തന്നെയാണോ? അല്ല, അത് മനഃപൂർവ്വം തന്നെ ഈ ട്രിലജിയുടെ ഭാഗമല്ല, പകരം ഒരു കണ്ടംപററി നോവൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും പുതിയ സംരംഭത്തിന്, പുതിയ പുസ്തകം പെട്ടെന്ന് പൂർത്തിയാക്കാനാവട്ടെ. ഞങ്ങൾ വായനക്കാർക്ക് തൃപ്തി നൽകുന്നൊരു പുസ്തകമായി അത് വരട്ടെ. സൗഹൃദപൂർണമായ, വളരെ കാര്യമാത്ര പ്രസക്തമായ, അതേസമയത്ത് തന്നെ പല പല കാര്യങ്ങൾ, മിക്കവാറും ഈ താല്പര്യമുള്ള പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പശ്ചാത്തലമായി തീർന്ന ഈ അഭിമുഖം നടത്തിയ താങ്കൾക്കും ഈ സംരംഭത്തിനും എല്ലാ ആശംസകളും തിരിച്ചും നേരുന്നു.